ഈ കാണുന്നത് പാനാസോണിക്കിൻ്റെ CR2032 എന്ന് പറയുന്ന ബാറ്ററിയാണ്. ഈ മോഡൽ ബാറ്ററി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ കാറിൻ്റെ റിമോട്ട് കൺട്രോൾ കീയിലും അതുപോലെ തന്നെ നമ്മുടെ ഡിജിറ്റൽ വെയിങ് മെഷീൻ, പിന്നെ ഡിജിറ്റൽ തെർമോമീറ്റർ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലാണ്. നമ്മൾ ഈ ഒരു മോഡൽ ബാറ്ററി സ്പെസിഫിക് ആയിട്ട് വാങ്ങിയത് നമ്മുടെ കാറിൻ്റെ റിമോട്ട് കീയിൽ, അതായത് തൊട്ടടുത്ത് കാണുന്ന ആ ഒരു റിമോട്ട് കൺട്രോൾ കീയിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കാർ എന്ന് പറയുന്നത് മാരുതിയുടെ ഇഗ്നിസ് ആണ്. അതിനകത്ത് ഡിഫോൾട്ടായിട്ട് കിടന്നിരുന്ന ബാറ്ററി എന്ന് പറയുന്നത് ഈ ഒരു പാനാസോണിക്കിൻ്റെ തന്നെയാണ്. അതാണ് നമ്മൾ ആ റിമോട്ട് കൺട്രോൾ കീയുടെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത്. അതായത് ഇത്തരത്തിലുള്ള കാർ കമ്പനികൾ തന്നെ റെക്കമെൻഡ് ചെയ്യുന്നത് പാനാസോണിക് ആണ്. കാരണം പാനാസോണിക് എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിൻ്റെ റെപ്യൂട്ടേഷൻ തന്നെയാണ്. നമ്മുടെ കാറിൻ്റെ റിമോട്ടിൽ ഈ ഒരു ബാറ്ററി യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ലൈഫ് എത്ര നാളായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 2 വർഷത്തോളം ആയിട്ടുണ്ട്. കൃത്യമായിട്ട് 2 വർഷമല്ല, ഏകദേശം ഒരു വർഷം 8 മാസമാണ്. പക്ഷേ നമ്മളിതിൽ നമ്മുടെ കാറിൻ്റെ ഡാഷ്ബോർഡിൽ ലോ വാണിംഗ് കാണിച്ചപ്പോൾ തന്നെ, ബാറ്ററി ലോ വാണിംഗ് കാണിച്ചപ്പോൾ തന്നെ നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ലോ വാണിംഗ് കാണിക്കുമ്പോൾ തന്നെ നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ അത് ഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ട് മാറ്റിയാലും മതി. നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കൂടുതൽ അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ റൗണ്ട് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏകദേശം 2 വർഷത്തോളം ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കാർ യൂസേജ് എന്ന് പറയുന്നത് ഒരു റെഗുലർ യൂസ് അല്ല. അതായത് ഒരു ജോലിക്ക് പോകുന്ന ഒരാൾ കാലത്ത് കൊണ്ടുപോകുന്നു, വൈകിട്ട് ഇടുന്നു, അത് ഒരാഴ്ച തന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ റെഗുലറായിട്ട് നമ്മുടെ വണ്ടി ഓടുന്നില്ല. പക്ഷേ സാധാരണ ഒരു ഫാമിലിയിൽ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു യൂസ് നമ്മുടെ കാറിന് നടക്കുന്നുണ്ട്. അതായത് നമ്മൾ പുറത്തേക്ക് പോകുന്നതും പർച്ചേസിനും, അല്ലെങ്കിൽ ടൗണിലേക്ക് പോകുക, അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്ക് പോകുക, ടൂർ പോവുക, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ കാർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു യൂസ് വെച്ചാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഏകദേശം ഒരു 2 വർഷത്തിനടുത്ത് ലാസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാറ്ററി. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ റെഗുലർ യൂസൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് എല്ലാ ദിവസവും ജോലിക്കൊക്കെ കൊണ്ടുപോകുന്നു, ഇടുന്നു, അങ്ങനെ ഫുള്ളി എൻഗേജ്ഡ് ആണെന്ന് വിചാരിക്കുക ഒരാഴ്ചയിൽ. അപ്പോൾ എനിക്കറിയില്ല കൃത്യമായിട്ട് ഇത് എത്ര നാൾ ലാസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം. ചിലപ്പോൾ 1.5 വർഷമോ അല്ലെങ്കിൽ 1 വർഷമൊക്കെ ആയിരിക്കും ആ ബാറ്ററി, ആ ഒരു റിമോട്ടിൻ്റെ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി അനുസരിച്ചായിരിക്കും ആ ഒരു ബാറ്ററി ലാസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഈ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാമിലി ബേസ്ഡ് യൂസാണ് ഞാൻ പറയുന്നത്. അങ്ങനെ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഏകദേശം ഒരു 2 വർഷത്തോളം ഈ ഒരു ബാറ്ററി ലാസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാർ ബ്രാൻഡുകൾ തന്നെ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു പാനാസോണിക് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് നല്ല പോപ്പുലാരിറ്റി ഉള്ളത്. ഞാൻ ഈ ഒരു ബാറ്ററിയുടെ സെറ്റ് വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. ഇത് 5 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ്. ഇതിലൊരെണ്ണം നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തതാണ്. നമ്മളിതിന് അകത്തുണ്ടായിരുന്ന ഡിഫോൾട്ടായിട്ട് കിടന്ന പാനാസോണിക്കിൻ്റെ ബാറ്ററിയാണ് ആ കീയുടെ തൊട്ടപ്പുറത്ത് നമ്മൾ വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു പാക്കിൽ നിന്ന് നമ്മൾ പുതിയത് എടുത്താണ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ ഒരു പാക്കിനകത്ത് 4 എണ്ണം ഉള്ളത്. അത് ശരിക്കും ആക്ച്വലി 5 എണ്ണത്തിൻ്റെ സെറ്റാണ്. ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് 235 രൂപയാണ് ഈ ഒരു 5 എണ്ണത്തിൻ്റെ സെറ്റിന്. ഈ ഒരു ബാറ്ററിയുടെ സ്റ്റോക്ക് അവൈലബിലിറ്റി അനുസരിച്ച് പ്രൈസ് ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടിയും കുറഞ്ഞും നിൽക്കാറുണ്ട്. നമ്മൾ വാങ്ങിയ സമയത്ത് ഇതിന് 210 രൂപയായിരുന്നു. പക്ഷേ ഇപ്പോൾ 235 കാണിക്കുന്നത്. അത് ഈ ഒരു ബാറ്ററിയുടെ ഡിമാൻഡ് അനുസരിച്ചൊക്കെയാണ്, അല്ലെങ്കിൽ അവൈലബിലിറ്റിക്ക് അനുസരിച്ചാണ്. അതുപോലെ തന്നെ ആമസോണിൽ നിന്നാണ് നമ്മളിത് വാങ്ങിയിട്ടുള്ളത്. ആമസോണിൽ ഏറ്റവും അധികം റിവ്യൂസ് ഉള്ളതും ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്തിട്ടുള്ളൊരു ബ്രാൻഡ് എന്ന് പറയുന്നത് ഈ ഒരു പാനാസോണിക്കിൻ്റെ 2032 എന്ന് പറയുന്ന CR2032 എന്ന് പറയുന്ന ഈ ഒരു മോഡലാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ബാറ്ററിയുടെ ഡിമാൻഡ്. അതായത് അറൗണ്ട് 21,000 റിവ്യൂസ് ഓൾറെഡി തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു 4.5 റേറ്റിംഗ് നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ബ്രാൻഡ് തന്നെയാണെന്നുള്ള കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു ബാറ്ററി നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാറിൻ്റെ റിമോട്ടിൽ മാത്രമല്ല, അല്ലാതെ പല ഡിവൈസുകളിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വെയിങ് മെഷീനിൽ, ഡിജിറ്റൽ വെയിങ് മെഷീനിൽ, ഡിജിറ്റൽ തെർമോമീറ്ററിലൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു ബ്രാൻഡ് നിങ്ങൾ തീർച്ചയായിട്ടും കാറിൻ്റെ റിമോട്ടിലേക്കാണെങ്കിൽ നിങ്ങൾ ഇത് തന്നെ പർച്ചേസ് ചെയ്യുമായിരിക്കും നല്ലത്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് കൂടുതലാണ് എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ, പാനാസോണിക് ആണ് അതിൻ്റെ ബ്രാൻഡ്, അങ്ങനെ ആയതുകൊണ്ട് ക്വാളിറ്റി അങ്ങനെ ആയതുകൊണ്ടാണ് ആ ഒരു റേറ്റ് വരുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു റിമോട്ട് കീയുടെ ആവശ്യമല്ലാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഡിവൈസുകളിലാണ് യൂസ് ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വെയിങ് മെഷീനിലോ അല്ലെങ്കിൽ തെർമോമീറ്ററിലൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത് തന്നെ വാങ്ങിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഈ ഒരു CR2032 എന്ന് പറയുന്ന മോഡൽ പാനാസോണിക്കിൻ്റെ അല്ലാതെ നമ്മുടെ ഡ്യൂറാസെൽ, മാക്സെൽ, എവറിഡി ഈ ബ്രാൻഡുകളിലും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 150, 140, 160 ആ ഒരു റേഞ്ചിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രൈസിലുള്ളത് മതി എന്നുണ്ടെങ്കിൽ അത്തരം ഡിവൈസുകളിലൊക്കെ നിങ്ങൾക്ക് ആ ഒരു പ്രൈസിൻ്റെ വാങ്ങിക്കാവുന്നതാണ്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ കാറിൻ്റെ റിമോട്ട് കീയിലേക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാനാസോണിക് തന്നെ മേടിക്കുക. ബാക്കിയുള്ള സാധനങ്ങളിലേക്ക് നിങ്ങൾക്ക് മറ്റു ബ്രാൻഡുകൾ യൂസ് ചെയ്താലും കുഴപ്പമില്ല. കാരണം ഹൈ എൻഡ് ഡിവൈസുകളിൽ എപ്പോഴും നല്ല ബാറ്ററികൾ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് നമ്മൾ പാനാസോണിക്കിൻ്റെ CR2032 എന്ന ഈ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഈ ഒരു മോഡൽ നമ്പർ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബാറ്ററി നമ്മൾ ആമസോണിൽ നിന്നാണ് വാങ്ങിയത് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ലിങ്ക് നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞു മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് കുറഞ്ഞ വിലയുടെ ബാറ്ററികൾ, അതായത് എവറിഡി, ഡ്യൂറാസെൽ, മാക്സെൽ അത് വാങ്ങാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു പാനാസോണിക്കിൻ്റെ താഴെയായിട്ട് കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് ആ ഒരു ബ്രാൻഡുകളും ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്.
അപ്പോൾ ഈ ഒരു ബാറ്ററിയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും പാനാസോണിക് എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡ് നമ്പർ 1 തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. ഞാൻ പറഞ്ഞു ഏകദേശം 2 വർഷത്തോളം ഈ ഒരു ബാറ്ററി നമ്മുടെ റിമോട്ട് കൺട്രോളിനകത്ത് ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ഒരുമാതിരിപ്പെട്ട എല്ലാ കാർ കമ്പനികളും ഡിഫോൾട്ടായിട്ട് അവിടെ കീയിൽ യൂസ് ചെയ്യുന്നത് പാനാസോണിക്കിൻ്റെ ബ്രാൻഡാണ്. അപ്പോൾ അത് തന്നെ ആ ഒരു ബാറ്ററിയുടെ ക്വാളിറ്റി തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഹൈ എൻഡ് ഡിവൈസുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പാനാസോണിക്കിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള ബാറ്ററികൾ തന്നെ യൂസ് ചെയ്യാം. ലോ എൻഡ് ഡിവൈസുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ ബ്രാൻഡുകൾ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവറിഡി, മാക്സൽ, അതുപോലെ തന്നെ ഡ്യൂറാസെൽ തുടങ്ങിയ ബാറ്ററികൾ. അപ്പോൾ നമ്മൾ ആമസോൺ ലിങ്കുകളെല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ വളരെ ക്ലിയർ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.